അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാല് വിചാരിക്കണം, പക്ഷെ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി. അവരത് തുറക്കും. പിന്നെ 4-5 തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, 4-5 തവണ വേണ്ട, ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കണില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട. വരാം, നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് 2 ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്. ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് വരട്ടെ. പരമേശ്വരൻ പോവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ. അയ്യേ, ക്ലീൻ കരോ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല ഭായി. ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി. കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നെയ്, ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽഡ് ആയിട്ടില്ല. ഏയ്, ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല, എന്നാലും. ഇറാനി ஐயா இருக்கா? சரி, ஒண்ணு பண்ணு, திருப்பி கூப்பிட சொல்லு. ഇങ്ങോട്ട് വരാൻ പറ. இரானி இரானி தெரியுமா அவருக்கு? ഇറാനി रानी कैसे है बेटा? फाइन, हैप्पी, वेरी गुड. പരമേശ്വരൻ, പരമേശ്വര. അല്ല, ഇത് എന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്? പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ. കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. ഓടോ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്. അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ, നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദെ, അയാൾ കുഞ്ഞിപ്പാലു. What bloody കുഞ്ഞിപ്പാലു? ഉസ്താദ്. എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം? ഞാൻ പറയാം. എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക. അതൊന്ന് റിലീസ് ചെയ്തു തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ്, ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? ഇവന്റെ ആളാണ്. ഹലോ, അതൊന്ന് ഡീൽ ചെയ്യൂ യൂസഫ്. ഷുവർ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഫീസ് ഞാൻ വാങ്ങും, പക്ഷെ ഇതിനില്ല. കാരണം എന്റെ ഉസ്താദ് ഞാൻ കോംപ്രമൈസ് ആയ ദിവസമാണിന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. Okay. ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടന്മാരുടെ ഡോക്യുമെന്റ് അത് വിട്ടുകൊടുത്തു. എന്തൊരു സ്റ്റൈല്!
എന്നും ഇങ്ങനെ നടന്നൂടെ എന്റെ ഏട്ടന്? നീ എന്നെ കൊണ്ട് കോലം കെട്ടിക്കാണ്. ഇത് മഹാവൃത്തിയാണ്. പാപ്പോ അലിയപ്പോ വണ്ടി എടുക്ക. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പപ്പ എല്ലാം പറഞ്ഞു. അയ്യോ നോ ഐഡിയ, ചോദിച്ചിട്ട് പറയുന്നില്ല. അല്ലാതെ എങ്ങോട്ടാ സർ? പപ്പ ആലിയപ്പ ചോദിക്കുന്നില്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ബുദ്ധി. അലിയപ്പോന് ലെഫ്റ്റും റൈറ്റും അറിയാലോ. ഇടത്തും വലത്തും അല്ലേ? ആ എന്നാ കയറിക്കോളൂ, ബാക്കി ഞാൻ പറഞ്ഞോളാം. നിനക്ക് പോകേണ്ട വഴിയിലെ ഡീറ്റെയിൽഡ് റൂട്ട് മാപ്പ് ഇല്ലാതെ ഈ വണ്ടി എടുക്കില്ലേ? ഇത് ചില ഓട്ടോറിക്ഷക്കാരെ സവാരിക്ക് വിളിച്ച പോലെയാണ്. നീ ആരാ? ഹിമാലയൻ കാർ റാലിക്ക് പോകുന്ന റേസിംഗ് ചാമ്പ്യനോ? ഫിനിഷിംഗ് പോയിന്റ് റൂട്ടും ചോദിക്കാൻ? കാർ എടുക്കടാ, കാറ് എടുക്കടാ, കാറ്. എനിക്കാ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഹലോ, എവിടെ? എന്താ? അയ്യോ അയ്യോ, സ്വാമി ഇത് ഞാനാ, ഡോക്ടർ കോശി. വയറുവേദന എങ്ങനെയുണ്ട്? വേദന കൊണ്ട് പൊളയുകയാണെന്നോ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ആക്സിഡന്റ്. എന്നിട്ട് പൊളയാണെന്നോ? അല്ല, തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ആ പൊളയാണെങ്കിൽ ഇങ്ങോട്ട് പാടോ. എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ. എന്റെ അശ്രദ്ധ കൊണ്ടോ? പോക്കരുത്തരം പറയരുത്. വയറിളകി ചവാൻ കിടക്കുന്നവൻ ബിരിയാണിയെ കഴിക്കൂന്ന് വാശി പിടിക്കരുത്. ബിരിയാണി പാക്കേജ് പാക്ക് ചെയ്യൂ, മെഡിസിൻസ് വിതരണം ചെയ്യൂ. ഞാൻ ഇതായെത്തി കഴിഞ്ഞു. ഇയാൾക്ക് വട്ടാണോ? വയറിളകി ഭ്രാന്തായി ആദ്യത്തെ കേസാ. ഓക്കെ, ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഭയങ്കര ആക്സിഡന്റ്. എനിക്കിപ്പോ പോണം. സോറി, പപ്പാവാ. അയ്യോ കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. അല്ല നമ്മളൊന്നും ഫിക്സ് ചെയ്തില്ലല്ലോ സ്വാമി. എന്ത് ചെയ്യാനാ? കൺസ്ട്രക്ഷൻ മുഴുവൻ പൊളിച്ച് വീടില്ലേ? ഈശ്വരാ. അതെപ്പോ കാർ എടുക്കണ കാറ്. ഓക്കെ, വന്നോളൂ, നീ കേറ. താനിങ്ങോട്ട് വന്നു. താൻ ഇവിടെ നിൽക്കേ. എന്നിട്ട് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന്. മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു ചുപ്രം പട്ടരെ. ഞാൻ എങ്ങനെ പറയും? മലയാളത്തിൽ തന്റെ തിരുവാതിർന്ന് പറയണോ? വണ്ടി എടുക്കാം. എന്താ ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപകടം ഉണ്ടായോ? ഉണ്ടായി ഇല്ല, പക്ഷേ പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയെ? അത് കുട്ടി കുട്ടിയെ ഇഷ്ടമായില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, ഇഷ്ടമായില്ല അല്ലേ? സ്വാമി വാ. അയ്യോ സ്വാമി വരാൻ. അയ്യോ. എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല. പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. പതുക്കെ പറ, പപ്പ അകത്തുണ്ട്. അവളെ കൂടി കാണാനാ ഞാൻ വന്നത്. അവള് പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത്. അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഏട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്നല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്താ എന്താ അതിന്റെ കാരണം? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്കതാ അറിയേണ്ടത്. വലിയ ഐശ്വര്യ റോയ് ഒന്നും അല്ലെങ്കിലും തീരെ ബോറല്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ. പിന്നെ സ്വാമിക്ക് അറിയോ? പിന്നെ എനിക്കറിയാം. നിങ്ങൾക്കൊരു പിണ്ണാക്കോ അറിയില്ല. നിങ്ങൾ മിണ്ടരുത്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാ എനിക്ക് ആദ്യത്തെ ലവ് ലെറ്റർ കിട്ടിയത്. പതുക്കെ ഈ പറഞ്ഞത് തന്നെ ഒന്ന് പതുക്കെ പറയൂ. 7th സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 12ാം വയസ്സിൽ. പിന്നെ ലൈഫിൽ മൊത്തം 432 ലവ് ലെറ്റേഴ്സ് കിട്ടി. ഞാനൊന്നിനും മറുപടി കൊടുത്തില്ല. എന്താ അവരുടെ ഒന്നും അഡ്രസ് അറിയില്ലായിരുന്നു? ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റൊരാളെ മാരി ചെയ്യാൻ പറ്റില്ല. Why? പപ്പയുടെ ഏട്ടൻ എന്നെ മുഴുവൻ കണ്ടോല്ലോ. ഓഹോ, അങ്ങനെ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഞാൻ എന്ത് കണ്ടെന്ന്? ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഏലത്തിന്റെ എണ്ണം വരെ പറഞ്ഞില്ലേ? അല്ല, അത് കുട്ടി അങ്ങനെ കേറി വന്നത് കൊണ്ടല്ലേ. എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും. ക്ഷമ, ഞാൻ പറഞ്ഞേക്കെ. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ക്ഷമ ഇപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ വാ പിന്നെ പ്ലീസ്. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. പ്ലീസ് ക്ഷമ ഇപ്പോ. സ്വാമി ഒന്നും അറിഞ്ഞിട്ടില്ലേ? എന്താ കുഞ്ഞുപാലു? എന്റെ അപ്പന് മീൻ കച്ചവടമായിരുന്നു. ഞാനായിട്ട് സ്വർണ്ണപ്പീടിയെ തുടങ്ങി. സ്വർണ്ണപ്പീടിയെ ഒതുക്കും, എന്നിട്ട് മീൻ കച്ചവടത്തിലേക്ക് പോവും. നമ്മുടെ CI ജബ്ബാർ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. എന്താ ഇത്? അയില അപ്പൂട്ടി, വണ്ടിയുടെ ശബ്ദം കേട്ടു. ഞാൻ ആ പത്താപ്പേരുടെ പിന്നിലായിരുന്നു. പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ അപ്പുട്ടി അതിനൊരു മേളം? ഡിമാന്ന് വന്ന് വേണം. മുമ്പും താൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. ഉവ്വ്, പകല് വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണുന്നത് ആദ്യം എന്നാ തോന്നേ. രാത്രിയല്ലേ പ്രത്യക്ഷപ്പെടൽ, അതുപോലെ അന്തർധാനവും.
എന്താണ് കൊച്ചു തോർത്തുമുണ്ടൊക്കെ എടുത്ത് പത്തായപ്പുരയുടെ പിന്നിൽ നിന്നൊരു പ്രത്യക്ഷപ്പെടൽ? ആ അടിച്ചുകളിക്കാർ ഇപ്പോഴും സർവീസിലുണ്ടോ? അത് പെൻഷനായി ഇപ്പൊ ആരുമില്ല. അധികം തുടങ്ങി ഞാൻ തന്നെയാ. വിരോധമില്ല. ഇവിടുത്തെ ഈ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചു എന്ന് തന്നെ വെക്കുക. വിരോധം ഒട്ടുമില്ല. പക്ഷെ വിരോധം ഉണ്ടാവും. ഒരു കമ്പനിക്ക് താൻ എന്നെ കൂടെ വിളിക്കാതിരുന്നാൽ. ശിവ അല്ല, ബാഗും പെട്ടിയൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. 2 നാള് കാണുവോ? 2 നാളല്ല, ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാനിവിടെ ഉണ്ടാവും.